ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെല്ലൈക്കണും അമർത്തൂ. നമസ്കാരം, ഞാൻ ധന്വന്തരൻ വൈദ്യൻ ഇടുക്കിയാണ്. ഇന്ന് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന രസായനങ്ങളിലൊന്നാണ് ചവനപ്രാശം. ഈ ചവനപ്രാശത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് അല്പം കാര്യമൊന്ന് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. രസായനമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം, യൗവനത്തെ നിലനിർത്തുകയും ആയുസ്സും മേധാശക്തിയും ശരീരബലവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ രോഗങ്ങളെ ശമിപ്പിക്കുകയും ചെയ്യാൻ ഉതകുന്ന ഒരു ഉപായ തന്ത്രങ്ങളാണ് രസായന ചികിത്സാ തന്ത്രമെന്ന് പറയുന്നത്. രസം, രക്തം, മാംസം, മേധസ് തുടങ്ങിയ സപ്തധാതുക്കളെ ഗുണഗരിഷ്ഠമാക്കി നിലനിർത്തുവാൻ ഉപയുക്തങ്ങളായ ഉപായങ്ങളെ പ്രയോഗത്തെ രസായനമെന്ന് നിർവചിക്കാൻ വേണമെങ്കിൽ രസായന പ്രയോഗം കൊണ്ട് ദീർഘായുസ്സുണ്ടാവുക, ഓർമ്മശക്തിയും ധാരണാശക്തിയും ആരോഗ്യവും യൗവനവും ശരീരകാന്തിയും നിലനിർത്തുക, വർണ്ണം, സ്വരം എന്നിവയ്ക്ക് തെളിവും വർധനവും നൽകുക, ശരീരബലം, ഇന്ദ്രിയങ്ങൾക്ക് സാമർഥ്യം, വാക് സാമർഥ്യം, ആദരണീയത എന്നിവയും രസായന ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ രസായനം സേവിക്കുന്നത് കൊണ്ട് സിദ്ധിക്കുന്നതാണ്. നിദ്രയും തന്ത്രയും ശ്രമം, ക്ലമം, ആലസ്യം, ദൗർബല്യം ഇവയെല്ലാം ഇല്ലാതാക്കുവാനും വാതപിത്ത കഫങ്ങളെ സമാവസ്ഥയിൽ നിലനിർത്തുവാനും രസായന ഉപയോഗം കൊണ്ട് സാധിക്കുക തന്നെ ചെയ്യും. ശരീരത്തിന് സ്ഥൈര്യം പ്രദാനം ചെയ്യുകയും ശരീരദാർഢ്യം നൽകുകയും അഗ്നിയെ വർദ്ധിപ്പിക്കുകയും തുടങ്ങിയ ഗുണങ്ങളും രസായന ചികിത്സയിൽ പറയുന്നുണ്ട്. ഇതിൽ തന്നെ പ്രാധാന്യമുള്ളതാണ് ചവനപ്രാശം എന്ന് പറയുന്നത്. ചവനപ്രാശത്തിൻ്റെ ഒരു വലിയ ഉപദേശം എന്ന് പറയുന്നത് അതിൻ്റെ വലിയ ഒരു ഔഷധക്കൂട്ട് തന്നെയാണ്. കൂവളവും മുഞ്ഞയും പയ്യാഴന്ത വേരും കുമിഴും പാതിരിയും മുന്തിരിങ്ങയും മടപതിയൻ കിഴങ്ങും പുഷ്കരമൂലവും അകിലും കടുക്കയും കാട്ടുതിപ്പലിയും ചെറുതിപ്പലിയും അത്തിത്തിപ്പലിയും ചെങ്ങിഴുനീർക്കിഴങ്ങും ചെറുവഴുതനയും വെൺവഴുതനയും കുറുന്തോട്ടിയും ഓരിലയും മൂവിലയും കാട്ടുഴുന്നും കാട്ടുപയറും ജീവക ഇടവകയും കച്ചോലം, മുത്തങ്ങ, തഴുതാമ, മേത, ചിറ്റേലം, നായങ്കിരണ, ചന്ദനം, പാൽമുതുക്ക്, ആടലോടകം, കർക്കിടക ശൃംഗി, കീഴാർ നെല്ലി, ചിറ്റമൃത്, കാകോളി, കാക്കത്തൊണ്ടി വേര്, കാട്ടുമുതിര ഇവ കഷായ മരുന്നുകളാണ്. അതുപോലെ തന്നെ അതിപ്പോൾ ബാക്കിയുള്ള പൊടിമരുന്നുകളുണ്ട്. അതുപോലെ തന്നെ 500 പച്ച നെല്ലിക്കയാണ് ഒരു കഷായയോഗം സഹസ്രയോഗത്തിൽ വിധിക്കുന്നത്. പിന്നെ കൂവപ്പൊടിയുണ്ട്. പിന്നെ നല്ല ആയുർവേദ ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ചവനപ്രാശം നിർമ്മിക്കുമ്പോൾ അവരിൽ നിന്നും നല്ല യുക്തിപൂർവമായ മറ്റ് ഔഷധങ്ങൾ കൂടി ഇതിനകത്ത് ചേർത്ത് നിർമ്മിക്കുന്നവരുമുണ്ട്. എന്തായാലും ഈ നെല്ലിക്കയൊക്കെ ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്നത്, കഷായത്തിലൊക്കെ കിഴി ഇട്ടിട്ട് 500 നെല്ലിക്ക 501 നെല്ലിക്കയാണ് ചേർക്കുക ഒരു യോഗം. ആ യോഗത്തിൽ 501 നെല്ലിക്ക കഷായത്തിൽ കിഴി കെട്ടിയിട്ട് ആ കിഴി നെല്ലിക്ക വെന്തതിന് ശേഷം ആ കിഴി ഉയർത്തി അതിൽ നിന്നും നെല്ലിക്ക വേർതിരിച്ചെടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത് നല്ല ഒറ്റ പശുവിൻ്റെ നെയ്യ് തന്നെ കളക്ട് ചെയ്ത് ആ നെയ്യുടെ അകത്തും ശുദ്ധമായ എള്ളാട്ടിയ എണ്ണയെടുത്ത് ആ എണ്ണയും നെയ്യും കൂടി ചേർത്ത് വറുത്ത് അത് മാറ്റിവെച്ച് അതിൻ്റെ കഷായ മരുന്നിൽ അങ്ങനെ മീൻകണ്ണി ശർക്കരയൊക്കെ ചേർത്ത് അതിൻ്റെ പാകവിധിക്കനുസൃതമായി കൂവപ്പൊടിയും മറ്റനുബന്ധ മാർഗങ്ങളുമെല്ലാം പൊടി വിധാനങ്ങളുമെല്ലാം ചെയ്ത് നല്ല നെയ്യുമൊക്കെ ചേർത്ത് വാങ്ങിവെച്ച് തണുത്തതിന് ശേഷം നല്ല ശുദ്ധമായ തേനുമൊക്കെ ചേർത്ത് വെച്ചിരുന്നിട്ട് നമ്മളത് സ്ഥിരമായ ഉപയോഗം കൊണ്ട് നമുക്ക് ശ്വാസങ്ങളെ തടയുവാൻ സാധിക്കും. അതുപോലെ തന്നെ ബലക്ഷയത്തിന് നല്ലതാണ്, ഉരക്ഷതത്തിന് നല്ലതാണ്, സ്വരഭ്രംശത്തിന് നല്ലതാണ്, ഹൃദ്രോഗം, ക്ഷയവും പ്രമേഹത്തിന് നല്ലതാണ്, ശുക്ലദോഷം വരുത്തുന്നതിന് നല്ലതാണ്, രക്തവാതം, അതുപോലെ കാമില, മേധ, കാന്തിബലപ്രദം, ധാതുവൃത്തി, അഗ്നിവൃത്തി, ഓജോവർദ്ധനം ഇതൊക്കെ വാജീകരണങ്ങൾക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ഒക്കെ വാജീകരണങ്ങൾക്കും കുട്ടികൾക്കും വൃദ്ധന്മാർക്കും ഒക്കെ അതായത് ഉരക്ഷതം സംഭവിച്ചവർക്കും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ രസായനങ്ങളിൽ ഒന്നാണ് ചവനപ്രാശം എന്ന് പറയുന്നത്. അത് നിത്യേന ശീലിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. മറ്റു രോഗങ്ങൾ വരാതെ സംരക്ഷിക്കാനുള്ളൊരു കഴിവ് ചവനപ്രാശത്തിനുണ്ട്. വൃദ്ധന്മാരെ സംബന്ധിച്ചും ഏറ്റവും ശ്രേഷ്ഠമാണ്. ആരോഗ്യം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ചവനപ്രാശം നല്ലതാണ്. കൊച്ചു കുട്ടികൾക്കടക്കം നല്ലതാണ്. പ്രസവരക്ഷയ്ക്ക് ഏറ്റവും നല്ലതാണ്. പക്ഷെ ഒരു കാരണവശാലും ചവനപ്രാശം നിർമ്മിക്കുമ്പോൾ പ്രിസർവേറ്റീവുകൾ ഒന്നും ചേർക്കാതെ കൃത്യമായ അനുപാതത്തിൽ പാകവിധിയിൽ തന്നെ ചവനപ്രാശം നിർമ്മിക്കുക തന്നെ വേണം. നല്ല ആയുർവേദ ഡോക്ടർമാരിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്, നല്ല വൈദ്യന്മാരുണ്ട്. ഇവരൊക്കെ സ്വന്തമായിട്ട് ഈ ഔഷധം തയ്യാറാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നല്ല ആയുർവേദ ഡോക്ടർമാരെയും വൈദ്യന്മാരെയും സമീപിച്ച് ഈ രസായനം നിർമ്മിച്ച് സേവിക്കുന്നത് കൊണ്ട് അറിയാമല്ലോ, ഇത്രയും വലിയ ഔഷധങ്ങൾ ചേരുമ്പോൾ കൃത്യമായ വിലയും വരും.
അതാണ് ഈ രസായനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഔഷധങ്ങൾ വളരെ വലുതാണ്. ആ ഔഷധങ്ങൾ വളരെ വലുതാവുമ്പോൾ മാർക്കറ്റിൽ അതിൻ്റെതായ വിലയുണ്ട്. ഉള്ളിൽ പച്ചമരുന്നുകൾ ഒരുപാട് ചേർക്കാൻ സാധിക്കുന്ന മരുന്നുകളുണ്ട്. പ്രത്യേകിച്ചും ചെങ്ങഴുനീർ കിഴങ്ങ് പോലുള്ളത്. പാൽമുതുക്കിൻ കിഴങ്ങൊക്കെ ഇരട്ടി തന്നെ ചേർക്കാം. ശതാവരി കിഴങ്ങ് ഇതിനകത്ത് ഇരട്ടി ചേർത്ത് വേണമെങ്കിൽ തയ്യാറാക്കാം. യോഗത്തിൽ നിന്ന് ഇരട്ടി ചേർക്കാം. കാരണം അതൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായി ഈ രസായനത്തെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പകർന്നു തന്ന അനുഭവ സമ്പത്തുകൾ, ഓരോ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോഴും ഞങ്ങളുടെ കയ്യിൽ നിന്നും കുറച്ച് ഔഷധങ്ങൾ ഉണ്ടാകും ആ ഔഷധത്തിൽ. അത് ഏത് ഔഷധം തയ്യാറാക്കിയാലും, ഒരു കഷായം വെച്ചാലും കുഴമ്പരിച്ചാലും അല്ലെങ്കിൽ രസായനങ്ങൾ നിർമ്മിച്ചാലും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ നിന്നും ചില മരുന്നുകൾ കൂടി ചേർത്താണ് ആ കഷായത്തെ, ആ രസായനത്തെ, ആ തൈലത്തെ നല്ല ഏറ്റവും ഗുണകരമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തമായി നമ്മൾ ശ്രമിക്കാതെ നല്ല ആയുർവേദ ഡോക്ടർമാർ, വൈദ്യന്മാരെ സമീപിക്കുമ്പോൾ അവർക്ക് യുക്തിപൂർവമായ ചില ഔഷധങ്ങൾ കൂടി ചേർത്ത് ആ രസായനത്തെ മേന്മയുള്ളതാക്കി മാറ്റും. ഈ ചവനപ്രാശം സ്ഥിരമായ ഉപയോഗം കൊണ്ട് കുഞ്ഞുങ്ങൾ, കുട്ടികൾ, യൗവനം ഉള്ളവരും വൃദ്ധന്മാരും ഒക്കെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് നല്ലൊരു ആരോഗ്യത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. ഒരു പരിധിവരെ മറ്റു രോഗങ്ങൾ കടന്ന് ആക്രമിക്കാതെ ശരീരത്തെ സംരക്ഷിക്കാനുള്ളൊരു കഴിവും ഈ ചവനപ്രാശത്തിനുണ്ട്. തീർച്ചയായിട്ടും ഈ രസായനം നിങ്ങളുടെ തൊട്ടടുത്തുള്ള വൈദ്യന്മാരും ഡോക്ടർമാരുമായിട്ട് ചേർന്ന് ആലോചിച്ച് നിർമ്മിച്ച് സ്ഥിരമായി ഉപയോഗിക്കണമെന്ന് കൂടി നിർദ്ദേശിക്കുന്നു. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നു, നമ്മൾ ഈ മനോഹാരിതയുള്ള പ്രകൃതി, ഒരു മാതാവിൻ്റെ മടിത്തട്ടിലാണ് നമ്മൾക്ക് ജന്മം തന്നത് പ്രകൃതി എന്ന മാതാവ്. ഈ പ്രകൃതി മഴക്കാലം വരികയാണ്. ഈ മഴക്കാലത്തെ ഏറ്റവും നല്ല രസായനങ്ങളിൽ ഒന്നാണ് ചവനപ്രാശം. അതുകൊണ്ട് തന്നെ ഈ ചവനപ്രാശത്തെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു തരുന്നതോടൊപ്പം ഒരു നിർദ്ദേശം കൂടി ഞാൻ വെക്കുന്നു. ഈ പ്രകൃതിയിൽ ജനിച്ച നമ്മളെല്ലാവരും നമ്മുടെ മാലിന്യങ്ങൾ, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിലുള്ള മാലിന്യങ്ങൾ പ്രകൃതിയിലേക്ക് വലിച്ചെറിയാതെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വപ്പെട്ടവരാണ് നമ്മൾ. നാട്ടുവൈദ്യന്മാരെ സംബന്ധിച്ച് എപ്പോഴും പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഔഷധങ്ങൾ നട്ടുവളർത്തുകയും മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ നാട്ടുവൈദ്യന്മാർ. അതുകൊണ്ട് തന്നെ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, നമ്മുടെ മാലിന്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വലിച്ചെറിയാതെ അത് സംസ്കരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം. നമ്മൾ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ കൊണ്ട് ഈ സമൂഹം രോഗം പടരുക തന്നെ ചെയ്യും. മറ്റുള്ളവർക്ക് രോഗം വന്നാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ, നമ്മൾക്ക് രോഗം വരുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ സംസ്കരിക്കുക തന്നെ വേണം. ഈ ഭൂമിയിൽ ദീർഘകാലത്തോടുകൂടി മനോഹാരിതയോടുകൂടി ജീവിക്കുവാനുള്ള ഒരവകാശം എല്ലാ മനുഷ്യർക്കും നമ്മൾക്കുമുണ്ട്. നമ്മൾ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ നല്ല ഒരു പ്രകൃതിയെ നമ്മൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും. നല്ല ഒരു ശ്വാസം നമ്മുടെ അവകാശമാണ്. മാലിന്യങ്ങൾ ഒരു കാരണവശാലും പൊതുനിരത്തുകളിൽ വലിച്ചെറിയരുത്. നന്ദി, നമസ്തേ. ഞാൻ ധന്വന്തരൻ വൈദ്യൻ, ഇടുക്കിയാണ്.